ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പശുക്കളെ മേടിച്ച് വളർത്തുന്നവർക്കുള്ളൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കടിഞ്ഞു പശുക്കളെ മേടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കടിഞ്ഞു പശുക്കളെ തേടി നടക്കുന്നവരായിരിക്കാം. മിക്കരും ഇപ്പോൾ കടിഞ്ഞു പശുക്കളെയാണല്ലോ കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കടിഞ്ഞു പശുക്കളെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ഒരു അറിവാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കടിഞ്ഞു പശുക്കളെ മേടിക്കാൻ പോകുമ്പോൾ ഒരു 7 ദിവസമെങ്കിലും മാക്സിമം കഴിഞ്ഞിട്ട് മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം 7 ദിവസം പിടിക്കുമ്പോൾ ഒരു പശുവിൻ്റെ പാലൊക്കെ ഒന്ന് ശരിക്കും പറയുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞാലും നമുക്ക് ശരിക്കും പാല് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 7 ദിവസം ആകുമ്പോഴത്തേനും നോർമലായിട്ടൊരു 10-12 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനാണെങ്കിൽ ഒരു 6 ലിറ്ററോളം പാൽ എന്തായാലും ആ സമയത്ത് കറക്കും. പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ പാല് കൂടി കുറഞ്ഞ് നിൽക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ചിലവർ പശുക്കുട്ടികളെ മേടിച്ച് വളർത്തി പ്രസവിപ്പിച്ചിട്ട് വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ ഈ കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് അവർ മറിച്ച് വിറ്റ് വരുന്ന കുറേ പശുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. കർഷകരാണ്, ക്ഷീരകർഷകരെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സമ്പന്നരൊന്നും ആയിരിക്കില്ല. ഒരുവിധം എല്ലാവരും സാധാരണക്കാരാവാനാണ് സാധ്യത. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മിക്കതും സാധാരണക്കാരാണ്. പിന്നെ ഫാം അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് ചിലപ്പോൾ സൈഡ് ബിസിനസ് കുറേ ഉള്ളത് കൊണ്ട് മാത്രം ഇതും കൂടി കൊണ്ടുപോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഈ എന്താ പറയുക, പ്രസവിപ്പിച്ചിട്ട് പശുക്കുട്ടികളെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കുട്ടിത്തീറ്റ വാങ്ങിച്ച് സൊസൈറ്റിയിൽ നിന്ന് കുട്ടിത്തീറ്റ കിട്ടും പകുതി വിലയ്ക്കൊക്കെ. കുറച്ച് വില കൊടുത്താൽ പോരെ. അപ്പോൾ നല്ല വില കൊടുത്ത് മറ്റുള്ള തീറ്റകളൊക്കെ മേടിക്കണേക്കാട്ടി എത്രയോ നല്ലതാണ് കുട്ടിത്തീറ്റ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇവർ കുട്ടിത്തീറ്റ വാങ്ങിച്ച് കൊടുക്കും. കുട്ടിത്തീറ്റ വാങ്ങിച്ച് കൊടുക്കുന്നത് പശുക്കുട്ടികൾക്ക് നല്ലതാണ്. നല്ല മേനും നല്ല ശരീരം നല്ല ഭംഗിയൊക്കെ വരും. പക്ഷേ ഈ പ്രസവിപ്പിക്കാൻ ഈ ചെന പിടിച്ച പശുക്കുട്ടികൾക്കൊക്കെ ഈ കുട്ടിത്തീറ്റ കൊടുക്കുന്നത് മൂലം അവർക്ക് തീരെ പാല് കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെന പിടിച്ച പശുക്കൾക്ക് ഒരിക്കലും കുട്ടിത്തീറ്റ കൊടുക്കാതിരിക്കുക. അപ്പോൾ ചിലവർ എന്താ പറയുക, കുട്ടിത്തീറ്റ കൊടുത്ത് പ്രസവിക്കുമ്പോൾ പശു ഭയങ്കര സൈസായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കുട്ടികളായാലും നല്ല തുടുത്ത കുട്ടികളായിരിക്കും. അകിടൊക്കെ നല്ല വട്ടം, ചിലപ്പോൾ നല്ല അകിടൊക്കെ ഉണ്ടാവും, നല്ല നീരൊക്കെ വന്ന് നല്ല അകിടായിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുണ്ടാവില്ല. ഈ കുട്ടിത്തീറ്റ കൊടുക്കുന്നത് വഴി പാല് തീരെ കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പശുവിനെ മേടിക്കാൻ. പിന്നെ 4 കാമ്പും നന്നായി പിഴിഞ്ഞ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു കാമ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ കാമ്പൊക്കെ നല്ല ഭംഗിയിൽ എല്ലാ 4 കാമ്പും തുല്യമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കറക്കുമ്പോൾ കാമ്പിൽ ചിലപ്പോൾ പാല് കുറഞ്ഞു വരുന്നത് കാണാം. ചിലപ്പോൾ ഒരു കാമ്പ് പോയിട്ടുണ്ടാവും, അടഞ്ഞു പോയിട്ടുണ്ടാവും. ശ്രദ്ധിക്കാണ്ടേ. നമ്മൾ കടിഞ്ഞു പശുക്കളാണല്ലോ, കറന്ന് നോക്കുന്നില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവമൊക്കെയാണെങ്കിൽ നമുക്ക് മരുന്ന് കയറ്റിയിടാമെങ്കിലും വെക്കാം. പക്ഷെ കടിഞ്ഞു പശുക്കളെ വാങ്ങിക്കുമ്പോൾ 4 കാമ്പ് നന്നായി പിഴിഞ്ഞ് നോക്കി എല്ലാത്തിനും ഒരുപോലെ പാല് വരുന്നുണ്ടോ, അല്ലെങ്കിൽ കട്ട വരുന്നുണ്ടോ. ഇപ്പോൾ എന്താ പറയുക, കുറേ നാൾ കറക്കാണ്ടിരുന്നിട്ട് ഇങ്ങനെ അകട്ടിൽ മടി കെട്ടിയിട്ട് ചിലപ്പോൾ പാല് കട്ട വരാനൊക്കെ സാധ്യത ഉണ്ട്. അത് നമുക്കിപ്പോൾ മരുന്നുണ്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പാല് കുറയാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പശുക്കളെ മേടിക്കാനായിട്ട്. നിങ്ങളൊരു 7-8 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ആ പശുവിനെ നമ്മൾ വാങ്ങിക്കാൻ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി കറവ് കാണുക. 2 നേരം കറവ് കണ്ടില്ലെങ്കിൽ വേണ്ടിയില്ല, രാവിലത്തെ കറവെങ്കിലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം 4 കാമ്പും ശരിക്കും പിഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ചവിട്ടുന്നുണ്ടോ, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ. ചിലപ്പോൾ അകിട് ഈ കാണുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അകിട്ടിൽ കല്ലപ്പുള്ള പല പശുക്കളും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. ആരും ചതിക്കപ്പെടാതിരിക്കുക. നമ്മൾ ക്ഷീരകർഷകരാണ്. എല്ലാം നമുക്ക് എന്താ പറയുക, എല്ലാവരും വളരെ സമ്പന്നരോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു 7-8 ദിവസം കഴിഞ്ഞിട്ട് കടിഞ്ഞു പശുക്കളെ മേടിക്കാൻ ശ്രമിക്കുക. മേടിക്കുന്നവരാണെങ്കിൽ ഓടിപ്പോയിട്ട് ഒരിക്കലും പശുക്കളുടെ ഭംഗി കണ്ടിട്ട് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പാലൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പശുക്കളെ മേടിക്കാൻ ഓടി നടന്ന് മേടിക്കുന്നത്. ചിലവർക്ക് പാലിന് ടൈറ്റ് വരുമ്പോൾ എന്നാൽ ഓക്കെ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് മേടിക്കുമ്പോൾ നമുക്ക് പിന്നീട് നഷ്ടം വരും. നമുക്ക് തീറ്റ കൊടുത്തതിന് എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് നമ്മൾ പശുക്കളെ മേടിച്ച് വളർത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെന്നായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
വലിയൊരു താങ്ക്സ്. എൻ്റെ വീഡിയോ ഇത്രയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ഇടാൻ, കാരണം നമുക്ക് എല്ലാ പണിയും കൂടിയിട്ട് കഴിഞ്ഞ് വന്നിട്ട് വേണ്ടേ നമുക്ക് വീഡിയോ ഇടാനായിട്ട്. പിന്നെ എന്നും നിങ്ങൾക്ക് ഈ പശുവിനും തൊഴുത്തും കാണിച്ച് ഞാൻ വെറുതെ സംസാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയണം, പശുക്കളെ കുറിച്ചിട്ടുള്ളത് കേട്ടോ, എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.